വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇന്ന് നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള ഒരു ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിക്കാം. ഇത് ജസ്റ്റ് ഒരു മോഡൽ എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിലും ഭംഗിയായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെന്ന് നമുക്കത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഇതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 2 ഗ്ലാസ് വെച്ച് ഉണ്ടാക്കാം. 2 ഗ്ലാസ് ആകുമ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കണമെന്ന് മാത്രം. ഇനിയിപ്പോൾ ഒന്ന് അഴുക്കായെങ്കിൽ പോലും നമുക്ക് ഒന്നുകൂടെ ഇതിനകത്തോട്ട് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. കണ്ടോ, അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് നമ്മൾ 7 ഗ്ലാസ് ആണ് കേട്ടോ. ഇതുണ്ടോ, 3, 6, 7 ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡബിളോ ട്രിപ്പിളോ ഒക്കെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഇത് ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഗ്ലൂഗൺ ആണ്. ഗ്ലൂഗൺ പറഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ഉപയോഗമായിരിക്കും കേട്ടോ. അപ്പോൾ ഗ്ലൂഗൺ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്ലൂ കിട്ടുമല്ലോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അത് ഉപയോഗിച്ചാലും മതിയാവും. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ലേസാണ്. നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് ഇതുപോലത്തെ ലേസുകൾ ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുണി ഇതുപോലെ നല്ല ഭംഗിയുള്ള മടക്കിയെടുത്തോ, പേപ്പറുകൾ ഭംഗിയുള്ളത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് തരത്തിൽ വേണമെങ്കിലും ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഉണ്ടോ, ഞാനിങ്ങനെ വട്ടം ഒന്ന് പിടിച്ചു, എന്നിട്ട് വീണ്ടും ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ ഇതുപോലെ നൊട്ടിച്ചു കൊടുത്താൽ ഭയങ്കര ഫാസ്റ്റാണ് പരിപാടികൾ. കണ്ടോ, അപ്പോൾ നിങ്ങൾ ഓർക്കും ഗ്ലൂഗൺ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉരുകത്തില്ലേന്ന്. ഗ്ലാസ് അങ്ങനെ ഉരുകിയിട്ടൊന്നുമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ലാതാണ് ഇതിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഒരു ലെയർ ഞാൻ കൊടുത്തു. ഇപ്പോൾ ഞാനടുത്ത് ഒരു ലെയർ കൂടെ കൊടുക്കാം. നമുക്ക് എത്ര ലെയർ വേണം കൊടുക്കാം, നമ്മുടെ ഇഷ്ടമല്ലേ. അടുത്ത തൂത്ത് കൊടുത്തു, നമ്മൾ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. കണ്ടോ, എന്നിട്ട് ഇതുപോലെ തന്നെ ഇതേ ട്വിസ്റ്റ് ചെയ്തെടുക്കുക, ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ അറ്റത്തോട് കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ ചെയ്തു. ഞാൻ ഇതുപോലെ തന്നെ ഒരു ലെയർ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഒരു ലെയർ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇപ്പോൾ 2 ലെയർ മതിയെങ്കിൽ മതി കേട്ടോ, ഒരു നിർബന്ധവും ഇല്ല, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള 6 ഗ്ലാസ് കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 7 ഗ്ലാസ്സുകളും ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരെണ്ണം മിഡിലിൽ വെക്കുക, അതിനുശേഷം നമ്മളിങ്ങനെ പൂ പോലെ ഇതിൻ്റെ ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുണ്ടോ, ചെയ്തതിന് ശേഷം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡോ കട്ടിയുള്ളൊരു പീസ് ഓഫ് എന്തേലും അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് മുകളിൽ വെച്ചതിന് ശേഷം എത്രമാത്രം നമുക്ക് വട്ടത്തിൽ ഒരു പീസ് വെട്ടിയെടുക്കാമെന്ന് നോക്കണം. നമുക്കൊരു വട്ടത്തിൽ ഇതുപോലെ ഒരു പീസ് വെട്ടിയെടുക്കാം, കാരണം ഇതിനെ അതിൽ വേണം നമുക്കൊന്ന് ഉറപ്പിച്ച് നിർത്തുവാൻ വേണ്ടി. അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ എത്രമാത്രം വലിയ വട്ടം നമുക്ക് വേണമെന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഓക്കെ, കണ്ടോ, ഇനി ഇതിനെ എടുത്ത് മാറ്റാം. നമുക്ക് ഓൾറെഡി ഒരു വട്ടം ഇവിടെ ഫോം ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇപ്പം നമുക്ക് ഇതിനെ ഒന്ന് വെട്ടിയെടുക്കാവേ. കണ്ടോ, ഓക്കെ, വെട്ടിയെടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് തരത്തിലുള്ള തുണി ഉപയോഗിക്കാം. എൻ്റെ ഇവിടെ ഒരു പിങ്ക് കളറിലെ തുണി ഇരിപ്പുണ്ട് കറക്റ്റിന്. ഞാൻ എന്നിട്ട് ഇതിനെ ഒന്ന് വെട്ടിയെടുക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി അകത്തി ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒന്ന് ജോയിൻ ചെയ്യാം ഇതിനെ. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. ഞാൻ എന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ, നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ അടിഭാഗം മുഴുവൻ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് വേണമല്ലോ ഇവിടെ ഉപയോഗിക്കാമെന്നുള്ളൂ. ഞാൻ ഇതിനെ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഓരോരുത്തരെയും ഇതിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണാം അല്ലേ. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് ഫിക്സ് ചെയ്യാം. ഇതിപ്പം ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ, അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തരെയും ഇതുപോലെ കൊടുത്തൊന്ന് ഒട്ടിക്കാം. അനങ്ങുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല, കണ്ടല്ലോ. കണ്ടോ, ഇവരെല്ലാവരും സുന്ദരമായിട്ട് ഇരിപ്പുണ്ട്, പോകത്തില്ല, നല്ല സുന്ദരമായിട്ട് ഒട്ടിയിരിപ്പുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിനൊരു ഹോൾഡും കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഒരു ഹോൾഡൂടെ കിട്ടുവാൻ. നിങ്ങൾക്ക് വേണേൽ ഗ്ലൂ വെച്ച് ഇതിനെ ഒന്ന്
ഇതിൻ്റെ ഓരോ കോർണർ ഒന്ന് ഗ്ലൂ വെച്ചത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിച്ച് കൊടുത്താലും മതിയാവും, അവരിയ്ക്കും. കണ്ടോ, ഞാൻ മേളിൽ ഒരു റിബണൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനൊന്നുകൂടി ഒരു ഹോൾഡ് കിട്ടും. ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നതേലും നമുക്കിതുപോലെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഞാൻ വെച്ചു. ഇതേന്ന് ഞാൻ ഇതേലോട്ട് ഒരു കണക്ഷൻ കൊടുക്കാൻ പോകണം. അവിടെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇത് കണ്ടോ, ഇച്ചിരി ഗ്ലൂ കൊടുക്കുക. അപ്പോൾ ഇത് ഒട്ടി നിൽക്കും, പറഞ്ഞു പോരത്തില്ല. ഇത് കണ്ടോ, കണ്ടോ, അവനോട് ഒട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇത് ചുറ്റും കൊടുക്കും. ഇതിന് മൊത്തത്തിൽ ഇത് നനങ്ങാതെ സുന്ദരമായിട്ടൊന്ന് നിൽക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടകളിൽ എല്ലാം ഞാൻ ഓരോ ഫ്ലവർ വെച്ച് ഇച്ചിരിയും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഏത് കളറിലെ ഫ്ലവേഴ്സ് ഉപയോഗിക്കാമെന്നാണ്. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ ഫ്ലവറുകളോ അല്ല നിങ്ങൾക്ക് പേപ്പർ കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തും ഇവിടെ ചെയ്യാം. എൻ്റെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ അതിനെ തന്നെ അങ്ങ് വെക്കാം. കേട്ടോ, ഇതുപോലെ ഓരോന്ന് ഇതിൻ്റെ ഇടയിൽ കൊടുത്ത് ഞാനിതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. കേട്ടോ, ഇതിന് ചുറ്റും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ചുറ്റും ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, ഒന്നുകൂടെ കാണിക്കട്ടെ. ഇനി ഈ ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിനും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഓരോ ഗ്യാപ്പിലും ഞാൻ ഇതുപോലെ 3 ഫ്ലവേഴ്സ് വെച്ച് കൊടുത്ത് ഇതിനെ അങ്ങ് ഫില്ല് ചെയ്യും. ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യും. കേട്ടോ, അപ്പോൾ അതുമല്ല ഇവിടെ തമ്മിലൊരു ഹോൾഡൂടെ കിട്ടുന്നുണ്ട്. കാരണം ഈ പൂക്കളുടെ 2 എതളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഞാൻ ഗ്ലൂ തേച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെ കൂടെ ഒരു പിടുത്തം കൂടെ കിട്ടുകയും ചെയ്യും. കേട്ടോ, അപ്പോൾ നല്ല സൂപ്പർ സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. കേട്ടോ, ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഫ്ലവേഴ്സ് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലവർ തന്നെ വെക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടോ, സംഭവം നല്ല സുന്ദരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ കുട്ടികളുടെ റൂമിൽ വെക്കാൻ വേണ്ടി പെൻസിലുകൾ, പേനയോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്. ഞാൻ എന്തായാലും ഇത് ബ്യൂട്ടി റൂമിലേക്ക് വെക്കാൻ പോവാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വെക്കുവാനുണ്ട് ഇതിനകത്ത്. അതുപോലെ പെട്ടെന്ന് കാണുകയും ചെയ്യും നമ്മളിങ്ങനെ ഒന്ന് വെക്കുവാണെങ്കിൽ. കണ്ടാൽ നല്ല ഭംഗിയുണ്ട്, എന്നാൽ ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണേലും പെൺകുട്ടികൾക്കാണേലും ഒരുപാട് ഇഷ്ടപ്പെടും. അവർ തലയിടുന്നതോ അല്ലെ ഇപ്പോൾ കമ്മലുകളോ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിലും എല്ലാം നല്ല ഭംഗിയില്ലേ. അപ്പോൾ എന്തായാലും ഞാനിതിൽ നിന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോകാം. കേട്ടോ, നോക്കിക്കേ, എത്ര പെട്ടെന്ന് ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൈ കിട്ടിയതെല്ലാം കൂടെ പെറുക്കി കിട്ടുന്ന എഴുതേണ്ടത്. നമ്മൾ സിസറെങ്കിൽ സിസർ. നമ്മൾ 7 ഗ്ലാസ്സാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 7 സെക്ഷനായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം ആഴമുണ്ട്. ഇതിലും വലിയ ഗ്ലാസ് വേണേൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന വേറെ എന്തെങ്കിലും തരം കുപ്പികളോ അല്ലെ ഒരേ രീതിയിലുള്ള എന്ത് വേണമെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. എസ്പെഷ്യലി നമ്മുടെ പെൺകുട്ടികൾക്കും പെൺപിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും നമ്മുടെ മുറികളിലൊക്കെ വെക്കാനും അവരുടെ എന്താ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണ്ടതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നില്ല എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.